എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിന്റെ കൃത്യതയും ആധുനിക കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ വർഷത്തെ സമഗ്രമായ നക്ഷത്രഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങളും ദശാകാലങ്ങളും ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിശകലനം ചെയ്താണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് മുന്നോട്ടുള്ള ഞങ്ങളുടെ കരുത്ത്. ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. കണക്കുകൂട്ടലുകളിൽ മനുഷ്യസഹജമായ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 ഏപ്രിലിലെ വിഷു മുതൽ 2027 ഏപ്രിൽ വരെയുള്ള കാലയളവ് മകയിരം ആദ്യ പകുതി ഇടക്കൂറ് നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും വർഷത്തിന്റെ പകുതിക്ക് ശേഷം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ പ്രധാന ഫലങ്ങൾ താഴെ പറയുന്നവയാണ്. ഔദ്യോഗിക ജീവിതം. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങും. അർഹമായ സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ ഈ വർഷം പ്രതീക്ഷിക്കാം. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ഇത് ഭാവിയിൽ ഗുണകരമാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകും. എങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സമ്പാദ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിനു ശേഷം നല്ല സമയമാണ്. പഴയ കടങ്ങൾ വീട്ടിത്തീർക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലം ലഭിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. സ്വന്തമായി വീട് പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒത്തുവരും. വായുസംബന്ധമായ അസുഖങ്ങളോ അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ഈ വർഷം കൂടുതൽ ശ്രദ്ധിക്കണം. ഭക്ഷണകാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് നന്നായിരിക്കും. പരിഹാരങ്ങൾ. ഈ വർഷത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും താഴെ പറയുന്നവ ഗുണകരമാകും. സുബ്രഹ്മണ്യസ്വാമി ഭജനം ചൊല്ലുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. 2026 വിഷു മുതൽ 2027 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇടവക്കൂറിലെ മകയിരം നക്ഷത്രക്കാർക്ക് ഓരോ മാസവും വരാനിരിക്കുന്ന പ്രധാന ഫലങ്ങൾ താഴെ നൽകുന്നു. വ്യാഴം, ശനി, രാഹു, കേതു സംക്രമണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനമാണിത്. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെ പുതിയ തുടക്കങ്ങൾക്ക് നല്ല സമയമാണ്. ഏപ്രിൽ മേടം വിഷുവിന് ശേഷം കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. കരിയറിൽ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ നല്ല സമയമാണ്. മെയ് ഇടവം ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തികമായി ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും വരുമാന മാർഗങ്ങൾ അടയില്ല. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് സാധ്യത. ജൂൺ മിഥുനം. ജൂൺ 2 വ്യാഴം കർക്കടകം രാശിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. തൊഴിൽപരമായ വലിയ മുന്നേറ്റങ്ങളും സ്ഥാനക്കയറ്റവും ഈ മാസം പ്രതീക്ഷിക്കാം. 2026 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഉയർച്ചയുടെ കാലമായിരിക്കും. ജൂലൈ കർക്കടകം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴി തെളിയും. ഓഗസ്റ്റ് ചിങ്ങം. ബിസിനസ്സിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സെപ്റ്റംബർ. കന്നി സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും. 2026 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ശ്രദ്ധയും ജാഗ്രതയും വേണം. ഒക്ടോബർ. തുലാം. കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. ജോലിയിൽ ചില സ്ഥലം മാറ്റങ്ങൾക്കോ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ ശ്രദ്ധ വേണം. നവംബർ. വൃശ്ചികം.
പങ്കാളിത്ത ബിസിനസ്സുകളിൽ ലാഭം കുറയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഡിസംബർ. ധനു. രാഹു-കേതുമാറ്റം സംഭവിക്കുന്ന മാസമാണിത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിച്ചില്ലെങ്കിൽ നഷ്ടത്തിന് സാധ്യത. 2027 ജനുവരി മുതൽ മാർച്ച് വരെ സമാധാനവും നേട്ടങ്ങളുടെ കാലമായിരിക്കും. 2027 ജനുവരി. മകരം. കരിയറിൽ ഒരു വലിയ വഴിത്തിരിവ് ഈ മാസം സംഭവിക്കാം. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. ഫെബ്രുവരി. കുംഭം. പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. കല, സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സർവകാര്യ വിജയം പ്രതീക്ഷിക്കാം. മാർച്ച് മീനം വർഷാവസാനത്തോടടുക്കുമ്പോൾ മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും ലഭിക്കും. സാമ്പത്തിക ബാധ്യതകൾ കുറെയൊക്കെ തീർക്കാൻ സാധിക്കും. ഈ വർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സാമ്പത്തികം. പണം വരാൻ നല്ല യോഗമുണ്ടെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. ആരോഗ്യം. ജോലിയിലെ സമ്മർദ്ദം മൂലം മാനസിക പിരിമുറുക്കമുണ്ടാകാം. വ്യായാമവും പ്രാർത്ഥനയും ശീലമാക്കുക. മകയിരം നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം വിദേശയാത്രയ്ക്കും കരിയറിലെ മാറ്റങ്ങൾക്കും വളരെ അനുകൂലമാണ്. 2026 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് ജോലി മാറ്റത്തിന് ഏറ്റവും ഉത്തമമാണ്. നിലവിലുള്ള ജോലിയിൽ അതൃപ്തിയുണ്ടെങ്കിൽ ഈ സമയത്ത് പുതിയ അവസരങ്ങൾക്കായി ശ്രമിക്കുന്നത് മികച്ച ഫലം നൽകും. IT, ബാങ്കിംഗ്, അധ്യാപനം, സെയിൽസ് എന്നീ മേഖലയിലുള്ളവർക്ക് അപ്രതീക്ഷിതമായ വലിയ ഓഫറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എടുത്തുചാടി ജോലി രാജിവെക്കുന്നത് ഒഴിവാക്കണം. കൃത്യമായ മറ്റൊരു ഓഫർ കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രം മാറ്റത്തിന് ശ്രമിക്കുക. വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയം. വിസ സംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് 2026 ജൂലൈ മാസത്തോടെ അവ പരിഹരിക്കപ്പെടും. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിദേശത്ത് സ്ഥിരതാമസമാക്കാനോ അല്ലെങ്കിൽ തൊഴിൽപരമായ ദീർഘദൂര യാത്രകൾക്കോ ഉള്ള യോഗം ശക്തമാണ്. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് മാസത്തോടെ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട രേഖകൾ, പാസ്പോർട്ട്, വിസ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വിജയത്തിനായി ചില നിർദ്ദേശങ്ങൾ. ഇന്റർവ്യൂവിനോ പ്രധാനപ്പെട്ട ചർച്ചകൾക്കോ പോകുമ്പോൾ പച്ചയോ ചുവപ്പോ കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇടവക്കൂറിലെ മകയിരം നക്ഷത്രക്കാർക്ക് നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ 2026 ഗ്രഹനില വളരെ അനുകൂലമാണ്. നിങ്ങളുടെ കരിയറിലെ ഈ പ്രധാന ഘട്ടത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ നൽകുന്നു. സ്ഥാനക്കയറ്റത്തിന് ഏറ്റവും അനുകൂലമായ സമയം 2026 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. ഈ കാലയളവിൽ വ്യാഴം കർക്കടകം രാശിയിൽ നിങ്ങളുടെ കൂറിലെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ അംഗീകാരങ്ങൾ ലഭിക്കാൻ കാരണമാകും. നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ തിരിച്ചറിയുന്ന സമയമാണിത്. 2027 ജനുവരി മുതൽ ഫെബ്രുവരി വരെ വർഷാവസാനത്തോടടുക്കുമ്പോഴും സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള മറ്റൊരു തസ്തികയിലേക്കോ മാറാൻ ശക്തമായ യോഗമുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേലധികാരികളുമായുള്ള ബന്ധം. ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ സമയമാണ്. എങ്കിലും ഒക്ടോബർ മാസത്തിൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. അനാവശ്യ തർക്കങ്ങൾ സ്ഥാനക്കയറ്റത്തെ ബാധിച്ചേക്കാം. തൊഴിലിടത്തിൽ നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ളവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. സ്ഥാനക്കയറ്റത്തോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളും തേടിവരും. ഇത് തുടക്കത്തിൽ അല്പം സമ്മർദ്ദമുണ്ടാക്കിയേക്കാമെങ്കിലും ഭാവിയിലേക്ക് ഇത് വലിയ ഗുണം ചെയ്യും. ഇടവക്കൂറിലെ മകയിരം നക്ഷത്രക്കാർക്ക് 2026 വിഷു മുതൽ 2027 ഏപ്രിൽ വരെയുള്ള കാലയളവ് സ്വന്തമായി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വളരെ അനുകൂലമായ സമയമാണ്. ജാതകപ്രകാരം 4-ാം ഭാവവും വ്യാഴത്തിന്റെ അനുകൂലത സ്ഥിതിയും വീട് പണി തുടങ്ങുന്നതിനും പൂർത്തീകരിക്കുന്നതിനും വലിയ സഹായം നൽകും. വീട് പണി തുടങ്ങാൻ അനുയോജ്യമായ സമയം 2026 ജൂൺ 2 മുതൽ സെപ്റ്റംബർ വരെ. വ്യാഴം കർക്കടകം രാശിയിലേക്ക് മാറുന്നതോടെ
ഗൃഹനിർമ്മാണത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. ഈ കാലയളവിൽ തറക്കല്ലിടുന്നതോ നിർമ്മാണം പുനരാരംഭിക്കുന്നതോ അതീവ ശുഭകരമാണ്. 2027 ജനുവരി മുതൽ ഫെബ്രുവരി വരെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ മാസങ്ങളിൽ വേഗത്തിൽ പൂർത്തിയാക്കാനും ഗൃഹപ്രവേശം നടത്താൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പണം വരാൻ യോഗമുണ്ടെങ്കിലും നിർമ്മാണ ചിലവുകൾ പ്രതീക്ഷിച്ചതിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ ഒരു ബജറ്റ് മുൻകൂട്ടി തയ്യാറാക്കുക. വസ്തുസംബന്ധമായ രേഖകളോ പെർമിറ്റുകളോ ലഭിക്കാൻ വൈകുന്നുണ്ടെങ്കിൽ 2026 ഓഗസ്റ്റ് മാസത്തോടെ അവ ശരിയാകും. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പണിക്കാരോ കരാറുകാരോ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വാസ്തുവും സ്ഥാനവും: ഇടവക്കൂറുകാർക്ക് വീടിന്റെ പ്രധാന വാതിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായി വരുന്നത് കൂടുതൽ ഐശ്വര്യം നൽകും. നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഭൂമി പൂജയോ വാസ്തുപൂജയോ നടത്തുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും. എന്നീ പറയുന്നത് ഐശ്വര്യത്തിനായി വിജയത്തിനായി ചെയ്യാവുന്ന വഴിപാടുകൾ, പ്രാർത്ഥന, പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഐശ്വര്യത്തിനായി ചെയ്യാവുന്ന വഴിപാടുകൾ: വാസ്തുപുരുഷന് പ്രാർത്ഥന ചെയ്യുക. വീട് നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് വാസ്തുബലി നടത്തുന്നത് ഉത്തമമാണ്. വിഘ്നങ്ങൾ മാറാൻ വീട്ടിലോ അടുത്തുള്ള ക്ഷേത്രത്തിലോ ഗണപതി ഹോമം നടത്തുക. മകയിരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകമോ വഴിപാടുകൾ കഴിക്കുന്നത് ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നതും ഓം ശരവണഭവ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വിജയത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ: വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭാഗ്യദോഷങ്ങൾ മാറാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നടത്തുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും.